വിശ്വാസത്തിൻ പാതയിൽ നാം ചുവടുവെക്കാം. ദൈവത്തിന്റെ കരുത്തിൽ നാം ഒരുമിച്ച് നിൽക്കാം. ഇരുൾ നിറഞ്ഞ വീഥികളിൽ വെളിച്ചമായവൻ വരുമ്പോൾ ഭയമെല്ലാം അകന്നു പോകും. പുതുജീവൻ ഉണർന്നു വരും. ക്രിസ്തുവിനായി നാം കൈകൾ കോർത്തു പിടിച്ചാൽ ഈ ലോകത്തെ മാറ്റിടാം സമാധാനത്തിൻ നിഴലിൽ. തളരാതെ പതരാതെ മുന്നോട്ടു മാത്രം നീങ്ങാം. അവൻ തന്ന വാഗ്ദത്തം നാം മറക്കാതെ ജീവിക്കാം. വിശ്വാസത്തിൻ പടവാളാൽ പോരാട്ടം ജയിക്കാം. സത്യത്തിൻ കവചത്താൽ ശത്രുവിനെ തോൽപ്പിക്കാം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസം കേട്ടിട്ട് പിന്നെ അതിനെ വിട്ടുകളയേണ്ട ഒരു കാര്യമല്ല. ദിനം പ്രതി അതിനെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ഒരു വിത്ത് നമ്മൾ ഒരു മണ്ണിൽ കുഴിച്ചിട്ടേച്ച് പിന്നെ നമ്മൾ ഫലമെടുക്കാനായിട്ട് മാത്രം ചെന്നാൽ ചിലപ്പോൾ ആ വിത്ത് വളർന്നെന്ന് വരികയില്ല. ആ വിത്തിന് നല്ല പരിപാലനം ആവശ്യമുണ്ട്. മഴ കൂടുതലായാലും അപകടമാണ്, മഴയില്ലെങ്കിലും അപകടമാണ്. ഇതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതുപോലെയാണ് വിശ്വാസം നമ്മളിൽ ഉരുവായി കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ നമ്മൾ ദിനംതോറും പരിഗണിക്കേണ്ടത് ആവശ്യമുണ്ട്. ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന വിശ്വാസം മാത്രമാണ് ശക്തി പ്രാപിക്കുകയും ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സ്വാധീനങ്ങൾ കൊണ്ടുവരികയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിശ്വസിക്കുന്നതിനെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന് സൃഷ്ടിപരമായിരിക്കുന്ന കഴിവുണ്ട്. ഇത് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യം ഈ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ റൂള് അതെല്ലാവർക്കും പൊതുവാണ്. എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും പൊതുവാണ് ആ നിയമം. അല്ലാതെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രം എന്നൊരു നിയമമൊന്നുമില്ല. ഈ വിശ്വാസത്തിൻ്റെ നിയമം എല്ലാവർക്കും പൊതുവാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് പറയുകയാണ്, മർക്കോസിൻ്റെ സുവിശേഷം 17:21, മത്തായിയുടെ സുവിശേഷം 17 അധ്യായവും 21 അധ്യായമൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് കർത്താവ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. കർത്താവ് പറയുന്നതാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ എന്ന വാക്ക് വളരെ സൂക്ഷിച്ചാണ് കർത്താവ് അതിനെ പറയുന്നത്. ആരെങ്കിലും, അല്ലാതെ ശിഷ്യന്മാരായ നിങ്ങൾ, എൻ്റെ ശിഷ്യന്മാരായവർ, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവർ എന്നല്ല കർത്താവ് പറഞ്ഞത്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. ഇതൊരു യൂണിവേഴ്സൽ നിയമമാണ് കർത്താവ് പഠിപ്പിച്ചത്. അല്ല, ഇതിനകത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. ഒരു യൂണിവേഴ്സൽ നിയമമാണ് ആരെങ്കിലും എന്ന് പറഞ്ഞതുപോലെ. വിശ്വാസത്തിൻ്റെ ചില യൂണിവേഴ്സൽ നിയമങ്ങളുണ്ട്. ആ യൂണിവേഴ്സൽ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുകയുള്ളൂ. അതിന് ദിനംതോറും നമ്മൾ പരിശീലിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ. വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വാസ്തവമായിട്ടും നിങ്ങൾ ആ കാര്യങ്ങൾ കൂടെ വളരെയധികം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി കർത്താവ് പഠിപ്പിച്ച വിശ്വാസം കഴിഞ്ഞാൽ കർത്താവ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതാണ് സത്യത്തിൽ വിശ്വാസത്തെ വളരാൻ, അല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്താനായിട്ട് വാസ്തവത്തിൽ അതാണ് നമുക്ക് ആവശ്യം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ആ വിഷയമാണ് കർത്താവ് പല തവണ അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും പ്രാക്ടീസ് നടത്തേണ്ട ഒരു കാര്യമാണ്. അത് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര വട്ടം അവനോട് ക്ഷമിക്കണമെന്ന് ചോദിച്ചു. യേശുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് വന്നൊരു തെറ്റ് ചെയ്താൽ ഞാൻ അവനോട് എത്ര വട്ടം ക്ഷമിക്കണം?
യേശു അവനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവൻ ചെയ്ത ഒരു തെറ്റിന് വീണ്ടും വീണ്ടും അവൻ അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പോലും നീ അവനോട് 70 വട്ടം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കണം ഈ വിഷയം. 70 വട്ടം നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി നിങ്ങൾ നോക്കണം. ഒരു തെറ്റ് തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ക്ഷമിക്കേണ്ടി വരും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവസവും ഈ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏത്? ക്ഷമിക്കുക എന്നുള്ള കാര്യം, ഫൊർഗീവ്നെസ്, ക്ഷമ. വിശ്വാസത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമായി ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളെ പ്രകോപിപ്പിക്കാനും നമ്മളോടത്ത് കുഴപ്പമുണ്ടാക്കാനൊക്കെ ആളുകൾ ഇഷ്ടം പോലെ കാണും. വീട്ടിലും കാണും, നാട്ടിലും കാണും, ഓഫീസിലും കാണും, ബിസിനസ്സിലും കാണും, എല്ലായിടത്തും കാണും. ഇവിടെ എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരൊറ്റ വിഷയമുള്ളൂ, ക്ഷമ പ്രാക്ടീസ് ചെയ്യണം. പോട്ടെ, സാരമില്ല, അത് പോട്ടെ, ഒക്കെ നമുക്ക് ശരിയാക്കാം, അതെല്ലാം ശരിയാകും, എല്ലാം ശരിയാക്കാം നമുക്ക്. അല്ലാതെ നമ്മൾ ചാടി കടിച്ച് കീറി കാര്യം വന്നു കഴിയുമ്പോൾ അതെന്ത് വിഷയം ആയിക്കോട്ടെ, വിഷയം വലുതോ ചെറുതോ ഒക്കെ ആയിക്കോട്ടെ, വിഷയം ഗൗരവമുള്ളതോ ഗൗരവമില്ലാത്തതോ ആയിക്കോട്ടെ. ഞാനൊരിക്കൽ യാത്ര ചെയ്യുന്ന സമയം ഒരു അപകടം ഉണ്ടായി. പല അപകടങ്ങളും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് കാറുകൾ തമ്മിലുള്ള കൂട്ടിയിടിയായിരുന്നു. അത് ഭയങ്കര ശക്തമായിട്ട് കൂട്ടിയിടിച്ച് വണ്ടി ഒരു പരുവത്തിലായി. ആൾക്കാർക്ക് വലിയ അപകടം ഉണ്ടായില്ലെങ്കിലും വണ്ടി ഏകദേശം നല്ലൊരു പരുവത്തി, അതിൻ്റെ ഫ്രണ്ടും എല്ലാം തകർന്നൊരു വല്ലാത്ത പരുവത്തി നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും വണ്ടി സൈഡിലേക്ക് ഒതുക്കി, രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. രണ്ട് കൂട്ടരും ഇറങ്ങി, രണ്ടുപേരും വണ്ടിയിലിട്ട് ഇങ്ങനെ നോക്കി. നോക്കിയിട്ട് അവർ രണ്ടുപേരും പറഞ്ഞിങ്ങനെയാണ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ടല്ലോ അല്ലേ, നമുക്കെന്നാൽ അത് ഈ കേസ് അങ്ങ് ആക്കിയേക്കാം. വളരെ ശാന്തമായിട്ട് ഒരു സംസാരിക്കുകയും പോലീസിനെ വിളിക്കുകയും ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് വലിയ അതിശയം തോന്നി. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം കണ്ടിട്ടുണ്ട്. ഈ വണ്ടി അത് കുറേ കണ്ടിട്ടുണ്ട്. വണ്ടി ചെറുതായിട്ടൊന്ന് ഉരസും, ഒന്ന് പോറും, ഇറങ്ങി രണ്ട് പേരും കൂടി കിടന്ന് എന്തെല്ലാം ഒച്ചയും ബഹളം ഉന്തും തള്ളും വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വണ്ടിയെ സൂക്ഷിച്ച് നോക്കണം, വണ്ടിയിലൊരു പോറൽ വീണതിൻ്റെ കാര്യം. അങ്ങനത്തെ സംഭവങ്ങൾ അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു കാര്യം റയറായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് വലിയ അതിശയം തോന്നി. ഞാൻ എൻ്റെ വണ്ടിയിൽ പല പ്രാവശ്യമായിട്ട് വണ്ടിയിൽ എൻ്റേതല്ലാത്ത കാരണത്താൽ വന്ന് തട്ടിയിട്ട് ഒരിക്കലൊരു ബൈക്കാരൻ വന്ന് പുറകിൽ ഇടിച്ച് എൻ്റെ ഗ്ലാസ്സും ഇതെല്ലാം കളഞ്ഞ് അവനോട് പറഞ്ഞു, അത് നിങ്ങൾ പെട്ടെന്ന് ചവിട്ടി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവൻ ഓവർ സ്പീഡിൽ വന്നതാണ്, ഞാൻ വളരെ പയ്യെ പോകുന്നതാണ്. അപ്പം അടുത്ത് നിന്നവർ പറഞ്ഞു, നീ എങ്ങോട്ടായി മരണപ്പാച്ചിൽ നടത്തിയതെന്നൊക്കെ വെച്ചാൽ അവനെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് കൂടുതൽ ന്യായീകരിക്കണ്ട, ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായല്ലോ, ഇപ്പോൾ ലൈറ്റ് പൊട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ്, അത് ഞാൻ എന്നാന്ന് വെച്ചാൽ ചെയ്യാം, അത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം, നീ പൊക്കോ, ഇനിയിപ്പോൾ തൽക്കാലം ഞാനത് നോക്കിക്കോളാം, നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവനെയൊക്കെ പറഞ്ഞു വിട്ടു. അവിടെ കിടന്ന് ഒച്ച വെച്ചിട്ടോ ബഹളം വെച്ചിട്ടോ പ്രത്യേകിച്ച് നമുക്ക് കാര്യമൊന്നുമില്ല. കൂടി വന്നാൽ അവൻ്റെ അടുത്ത് നിന്ന് കുറേ പൈസ മേടിക്കാതിരിക്കും. ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ഒരു പിക്കപ്പുകാരൻ എൻ്റെ വണ്ടിയുടെ പുറകെ വന്നിടിച്ചു. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അവൻ പറഞ്ഞ്, ഇത് പറ്റിപ്പോയതാ, ഞാൻ ചവിട്ടിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെറുതായിട്ട് പരിക്കാ പറ്റിയത്, നോക്കട്ടെ എന്നാ സംഭവിച്ചത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും 2 രൂപ വെച്ച് എന്നാ ചെയ്യേണ്ട? ഞാൻ പറഞ്ഞു, ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നോക്കാം, ഞാനത് ചെയ്തോളാം, പൊക്കോളാം പറഞ്ഞു. ഞാനങ്ങനെ ക്ഷമിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായില്ല. ആ മനുഷ്യരും ആ സമയത്തും ഞങ്ങളുടെ 2 കൂട്ടരും വളരെ സമാധാനപരമായിട്ട് പിരിയാൻ പറ്റി. അപ്പോൾ നമ്മളിവിടെ എല്ലാം ബഹളക്കാരായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ക്ഷമ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ശക്തിപ്പെടും. നമുക്കാവശ്യം ക്ഷമയാണ്. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ നമുക്കാവശ്യം ക്ഷമയാണ്. ഈ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം ശക്തിപ്പെടാത്തത്. നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കണം. ആദ്യം നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കണം. ചിലരുണ്ട് ദൈവത്തോട് പോലും അവർ ക്ഷമിക്കത്തില്ല. ദൈവം എന്നാലും അതെന്നോട് ചെയ്തില്ല, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ദൈവത്തോട് പോലും അവർ ക്ഷമിക്കുകയില്ല. നമ്മൾ സ്വന്തമായി ക്ഷമിക്കണം, നമ്മൾ തന്നെ ക്ഷമിക്കണം. നമ്മൾ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ വരുത്തും, ചിലപ്പം നമ്മളെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകൾ വരും, കുഴപ്പം വരും. എൻ്റെ ഒരു കാര്യം ഇത് ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെയാണ്, എന്നെക്കൊണ്ട് ഇത് എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ തന്നെ ശപിക്കുകയും നമ്മളെ തന്നെ ഇതാക്കുകയും ചെയ്യും. എൻ്റെ ഒരു കാര്യം എന്നെക്കൊണ്ട് ഞാൻ മടുത്തു, ഇങ്ങനെ പറയുന്നവരുണ്ട്. വാസ്തവത്തിൽ നമ്മളിങ്ങനെ പറയേണ്ട കാര്യമില്ല. മനുഷ്യനാകുമ്പം തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റും. എൻ്റെ ജീവിതത്തിലൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി,
അത് ശരിയാവും, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ മാറ്റാവുന്ന കാര്യമുള്ളൂ. ഇതൊന്നും വലിയ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു തെറ്റും ലോകത്തില്ല. നിത്യത മുഴുവൻ നിൽക്കുന്ന ഒരു തെറ്റ് ലോകത്തില്ല. അങ്ങനെ ഒരു തെറ്റിനെപ്പറ്റി കർത്താവ് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിനെപ്പറ്റി കർത്താവ് ചെറിയൊരു സൂചന തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അതായത് അന്ത്യന്യായവിധിയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധി സഭയുടെ മുമ്പിൽ കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അതല്ലാതെ ഒരു തെറ്റുകൾക്കും ഇറ്റേണൽ ആയുസില്ല. ഒരു തെറ്റും നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഈ ലോകത്ത് എല്ലാ തെറ്റുകൾക്കും അതിൻ്റേതായ ടൈമും ടെമ്പററി പീരീഡ്സും ഉണ്ട്. അപ്പോൾ ഈ താൽക്കാലികമായിരിക്കുന്ന സമയപരിധിയിൽ എല്ലാ തെറ്റുകളും ദൈവം വിസ്മൃതിയിലേക്ക് കൊണ്ടുകളയാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞ നിൻ്റെ പാപങ്ങളെയെല്ലാം കടലിൽ എറിഞ്ഞു കളയുന്നു, പുറകിൽ എറിഞ്ഞു കളയുന്നു എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കണം. യു ഹാവ് ടു ഫർഗീവ് ഫോർ യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം. നമ്മൾ നമ്മളോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ശക്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ തളരുകയും നമ്മൾ മൊത്തത്തിൽ തകരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ ദിവസവും പരിശീലനം ചെയ്യണം. അതുതന്നെയല്ല, നമുക്ക് ക്ഷമിക്കാൻ അവസരം ദൈവം കൊണ്ടുതരും. ചിലപ്പോൾ നമ്മുടെ ജോലിക്കാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കാം, മക്കളായിരിക്കാം, അയൽക്കാരായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഇവരുണ്ടാക്കിക്കൊണ്ട് വരും നമ്മുടെ അടുത്ത്. അപ്പോൾ ഓർക്കണം, നമുക്കൊരവസരം കിട്ടിയിരിക്കുകയാണ് ക്ഷമിക്കാനായിട്ട്. ക്ഷമിച്ചിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് വളരെ ശാന്തതയോടുകൂടെ നമ്മൾ പഠിക്കണം. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇമോഷണലായിട്ട് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി കളയും. നമുക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്ന, ആൾക്കാരെ വിളിച്ചുടങ്ങ് പ്രശ്നം ഉണ്ടാക്കി കളയും. അത് കണ്ടോ, ഇത് കണ്ടോ, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവൻ അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ് എന്നെല്ലാം പറഞ്ഞ് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കി കളയും. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കാവുന്നല്ലാതെ അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നും നേടാൻ പോകുന്നില്ല. അവിടെ നമ്മൾ വളരെ ക്ഷമയോടെ ശാന്തതയോടെ, നമുക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ വളരെ ശാന്തതയോടെ എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ വാട്ട് ഷാൽ ഐ ഡു, വാട്ട് ഷാൽ ഐ ഡു എന്ന് ദൈവത്തോട് ചോദിക്കുക. കർത്താവ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ്, ഈ പ്രശ്നത്തിൽ എങ്ങനെ എനിക്ക് വളരെ ശാന്തമായി ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ കഴിയും? എനിത്തിങ്, വാട്ട് എവർ തിങ്സ് ഇൻ യുവർ ലൈഫ് യു ക്യാൻ മാനേജ് ഇറ്റ് വെരി പീസ്ഫുള്ളി ആൻഡ് ക്വയറ്റ്ലി. എന്തും നമുക്ക് വളരെ ശാന്തതയോടെയും വളരെ ക്ഷമയോടെയും നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ്. ക്ഷമ, അതാണ് നമ്മളെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നത്. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, നമ്മളെപ്പറ്റി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു സംസാരിച്ചു, എന്തെങ്കിലും നമ്മളോട് ചെയ്തു, നമ്മൾ വളരെ ശാന്തമായിട്ട് നിൽക്കണം. നോക്കട്ടെ ആരെന്നാ ചെയ്യുന്നത് നോക്കട്ടെ, അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അല്ല, നമുക്ക് അവരോടൊന്ന് പോയി സംസാരിക്കാം. കർത്താവ് പറഞ്ഞാണ്, നിനക്ക് നിൻ്റെ സഹോദരൻ എന്തെങ്കിലും അവനുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അവനോട് ചെന്ന് നിരന്നു കൊള്ളാനാണ് പറഞ്ഞത്. അവനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് ചെന്ന് ചോദിക്കണം, സഹോദരൻ എന്തായാലും പ്രശ്നമുണ്ടോ നമ്മൾ തമ്മിൽ, സഹോദരൻ എന്തെങ്കിലും എന്നെ നിമിത്തം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ശരി, എന്താ? ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാനൊരു നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ ഞാനൊരു നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അത് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ക്ഷമിക്കുക, ഞാനിനി അത് ശ്രദ്ധിക്കാം. അതല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റുപറ്റി, സഹോദരൻ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അത് ഞാൻ അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ്, ചെയ്തു പോയതാണ്, അത് ക്ഷമിക്കുക. അതിൻ്റെ പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം, അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇനി ചില മനുഷ്യരോട് ചിലപ്പോൾ പോയാൽ ഒന്നും സമ്മതിക്കാത്ത ചില ആൾക്കാരുണ്ടാകാം. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും? ചെന്ന് കഴിഞ്ഞാലേ അവർ അറ്റാക്ക് തുടങ്ങും. അപ്പോൾ നമ്മൾ ശാന്തമായിട്ട് കുറച്ച് നാൾ അവരെ വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ മറ്റാരെങ്കിലും അവരോട് പറഞ്ഞു വിടുക, എനിക്ക് അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ അവരുമായിട്ട് യാതൊരു പ്രയാസങ്ങളും എനിക്കില്ല. നമ്മുടെ ഭാഗത്ത് ആ തെറ്റ് സംഭവിച്ചു, എൻ്റെ ഭാഗത്ത് അന്നേരം ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചു, അതിനെനിക്കൊരു പശ്ചാത്താപമുണ്ട്, ഒരു വിഷമമുണ്ട് എനിക്ക്. ഇനി നമ്മളത് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് വേറൊരാളെ അയച്ചു പറയുക. കാരണം നമ്മളെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇമോഷണൽ ആവും അവർ. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളെ ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയും. അറ്റ് എനി കോസ്റ്റ്, എനി ഹൗ, എനി വേ, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ്. എങ്ങനെയായാലും നമ്മൾ ആ പ്രശ്നങ്ങളെ ഡീൽ ചെയ്ത് വിടണം. അതാ യേശു പറഞ്ഞ്, നിൻ്റെ കൂട്ടുകാരൻ പ്രശ്നത്തിലുള്ളപ്പോൾ നീ അവനോട് നേരത്തെ തന്നെ നിരന്നു കൊള്ളണമെന്ന് പറഞ്ഞത്. അല്ലെ അവൻ നിന്നെ പിടിച്ച് ചേവകർ കേൾപ്പിക്കുക, അവർ നിന്നെ ജയിലിലാക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? നീ പ്രശ്നങ്ങളെ വെച്ചുകൊണ്ടിരിക്കാതെ അതിനെ അങ്ങ് ഡീൽ ചെയ്ത് കളയണം. അതിനെ ഡിഫ്യൂസ് ചെയ്യുക. ഡീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനങ്ങ് ഡിഫ്യൂസ് ചെയ്തേക്കുക. അത് നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ മേൽ അത് കൺട്രോൾ ചെയ്യാനും നമ്മളെ അത് നയിക്കാനും നമ്മളെ അത് അലസോരപ്പെടുത്താനും ഒന്നും നമ്മൾ സമ്മതിക്കരുത്. ഇതാണ് ക്ഷമയുടെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്നത്. ക്ഷമ നമുക്ക് വലിയ ശക്തി പകരും.
ക്ഷമ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ശരിയായ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഊന്നൽ നൽകി ജീവിക്കുമ്പോൾ ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്ഷമയാണ് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും ശക്തമായ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം വളർത്തുവാൻ ഇതിനപ്പുറത്ത് വേറൊരു സംഗതി ഉണ്ടെങ്കിൽ അത് രണ്ടാമത് വരുന്നതാണ്. ഒന്നാമത് വരുന്ന ഇതാണ്, നമ്മുടെ ക്ഷമയെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ക്ഷമ നമ്മൾ കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾക്കും തെറ്റുകൾക്കും ബോണസായിട്ട് കർത്താവ് നമുക്ക് ക്ഷമ തരും. നമുക്കൊരു മിസ്റ്റേക്ക് വന്നോ അല്ല നമുക്കൊരു വീഴ്ച പറ്റിയോ അതിന് കർത്താവ് നമുക്ക് ക്ഷമ തരും. അതെങ്ങനെയാണ് എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് പല ഉദാഹരണങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഒന്ന് പറഞ്ഞെങ്ങനെയാണ്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവീൻ. ഒരാൾ നിങ്ങളോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ക്ഷമിപ്പീൻ എന്നാണ് കർത്താവിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ക്ഷമ കിട്ടും. ഇനി അടുത്ത കർത്താവ് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ 100 നാണയം കടപ്പെട്ടു. അവനോട് ചെന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ആ കടക്കാരൻ അവന് 100 നാണയം ഇളച്ചു കൊടുക്കുന്നു. അവനെ അടയ്ക്കണ്ടെന്ന് പറയുന്നു. അവൻ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇവന് 10 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുത്തനെ കുത്തിന് പിടിച്ചേർത്തേക്കുന്നതുണ്ട്. നീ കാശ് വയ്ക്കണമെന്നും പറഞ്ഞു. ഇത് യജമാനൻ അറിഞ്ഞ് അവനെ വിളിച്ചിട്ട് ചോദിച്ചടേ, നിനക്ക് ആ 100 വെള്ളി നാണയം ഇളവ് ചെയ്തതെന്ന് നീ വഴിയിലോട്ടിറങ്ങിയിട്ട് 10 നാണയം തരാനുള്ള അവൻ്റെ കൊങ്ങയ്ക്ക് നീ പിടിച്ചല്ലേ എന്ന് ചോദിച്ചു. നീ അകത്ത് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞ ശക്തമായൊരു ഉദാഹരണമാണ്. നമുക്ക് ക്ഷമ ലഭിച്ചവരാണ് നമ്മൾ. ദൈവത്തിൽ നിന്ന് നമുക്ക് ക്ഷമ ലഭിച്ചവരാണ്. ക്ഷമ ലഭിച്ച നാം മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ അയൽക്കാർക്ക്, നമ്മുടെ ജോലി സ്ഥലത്ത്, ബിസിനസ്സിലെ ജോലിക്കാർക്ക്, എല്ലാവർക്കും നമ്മൾ ക്ഷമ കൊടുക്കാൻ പഠിക്കണം. ക്ഷമ കൊടുക്കുകയും അവരെ രൂപപ്പെടുത്തുകയും ചെയ്യാൻ നമ്മൾ പഠിക്കണം. വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും ആവശ്യം ക്ഷമയാണെന്ന് ഓർക്കുക. നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. എല്ലാവരും ക്ഷമ പ്രാക്ടീസ് ചെയ്യുക. കർത്താവ് പറഞ്ഞ് കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കുമെന്ന്. ക്ഷമയ്ക്ക് ആവശ്യം കരുണയാണല്ലോ. നമ്മൾ കരുണ കാണിക്കണം ആൾക്കാരോട്, എന്നിട്ട് അവരോട് ക്ഷമിക്കണം. ആ ക്ഷമ കാണിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ശക്തിയായി നമ്മളിലേക്ക് ഇരച്ച് വളരുവാൻ തുടങ്ങുന്നത്. ആ വിശ്വാസമാണ് ജീവിതത്തെ രൂപപ്പെടുത്തിയ അത്ഭുതങ്ങളുടെ കൊടുമുടിയിലേക്ക് നമ്മളെ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം വളരെ ഗൗരവമായി നിങ്ങളുടെ ജീവിതത്തിൽ, ഈ മെസ്സേജ് നിങ്ങളിനി കുറേ പ്രാവശ്യം കേട്ടാലും നല്ലത് തന്നെയാണ്, കുറേ പ്രാവശ്യം കേൾക്കുന്നത് തന്നെ നല്ലതാണ്. നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാകുന്നവരെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഈ ക്ഷമയില്ലാത്തവരാണിത് കേൾക്കുന്നതെങ്കിൽ ദിവസവും രാവിലെ ഈ മെസ്സേജ് കേട്ടേ നിങ്ങൾ അടുത്ത പണിക്ക് പോകാവുള്ളൂ. എന്നും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കണം. ക്ഷമ വരുന്നവരെ നിങ്ങൾ കേൾക്കണം. നിങ്ങളൊരു 25 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾ നല്ല ക്ഷമാശീലരായി മാറും. ക്ഷമാശീലമാക്കി മാറ്റാൻ പറ്റും. എല്ലാ ദിവസവും ഇത് കേൾക്കണം. നിങ്ങളെ പൊട്ടിത്തെറിക്കുന്നവരും പെട്ടെന്ന് ഇമോഷണലി റിയാക്ട് ചെയ്യുന്നവരും ദേഷ്യം വരുന്നവരും ഒക്കെ ആണെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും രാവിലെ ഇതൊന്ന് തുറന്ന് വെച്ച് കേൾക്കണം. ക്ഷമ ഞാനൊരു ക്ഷമാശീലനാണ്. ഇത് നിങ്ങൾ സ്വയം പറയണം. ഞാൻ ക്ഷമാശീലനാണ്, ഞാൻ ക്ഷമിക്കുന്നവനാണ്. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഒരു 10 പ്രാവശ്യങ്ങൾ നിങ്ങളത് പറയണത്. നിങ്ങൾക്ക് ദേഷ്യം കൂടുതലുള്ളപ്പം രാവിലെ ഈ മെസ്സേജ് നിങ്ങളൊരു കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങ് കേൾക്കണം. കേട്ട് കഴിയുമ്പം നിങ്ങൾ ദേഷ്യക്കാരും ക്ഷിപ്രകോപികളും ഒക്കെ ആണെങ്കിൽ, കലാപക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് ഡെയിലി ഒരു ദിവസം കേൾക്കണം. രാവിലെ ഇത് കേൾക്കണം. വേറെ ഒന്നും കേൾക്കരുത്. വാർത്താ ചാനൽ തുറക്കരുത്, യൂട്യൂബിൽ തുറന്ന് ന്യൂസിലേക്ക് പോകരുത്, വേറെ കോമഡി പരിപാടികളൊന്നും കാണരുത്. നിങ്ങൾ രാവിലെ തുറന്നിട്ട് ഈ മെസ്സേജ് കേൾക്കണം. ക്ഷമിക്കാൻ പഠിക്കണം, ക്ഷമയാണ് ആവശ്യം, ക്ഷമ വലുതാണ് എന്ന് നിങ്ങൾ ശക്തമായിട്ടിത് കേൾക്കണം. ഇത് കേട്ടിട്ട് നിങ്ങളെ ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കണം. അങ്ങനെ ജീവിതം ആരംഭിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ ക്ഷമയുടെ ആ മാജിക് ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ക്ഷമയുടെ ആ ഒരു വലിയ ശക്തി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. അത് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ തുടങ്ങും. ആ ബലപ്പെട്ട വിശ്വാസം നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഇതിൻ്റെ പ്രവൃത്തി സൃഷ്ടിപരമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും.
നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലും അകത്തും പുറത്തുമായി രൂപാന്തരം വരുത്താൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും ഇത് സ്വാധീനിക്കാൻ തുടങ്ങും. അത്ഭുതങ്ങളുടെ പുറകെ പോകേണ്ട അത്ഭുതം നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരിടത്തും താന്നു പോകുകയില്ല. നിങ്ങൾ ജയാളികളായി ഓരോ ദിവസവും സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനുള്ള മാജിക്കൽ ടിപ്സാണിത്. ക്ഷമ. ഇന്നുപോലെ പറയണം, ഞാനൊരു ക്ഷമാശീലനാണ്, ഞാനൊരു ക്ഷമാശീലയാണ്, ദൈവം എനിക്ക് ക്ഷമ തന്നിരിക്കുന്നു എന്ന് ദിനംപ്രതി ഇത് പറയുകയും ഈ മെസ്സേജ് കേൾക്കുകയും ചെയ്യണം. ജീവിതത്തിലൊരു അത്ഭുതം തൊട്ടു മുൻപിൽ ഇരിപ്പുണ്ട്. ഒരു വലിയ ദൈവപ്രവൃത്തി തൊട്ടു മുൻപിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഒരു വിശാലത, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സമൃദ്ധി, നിങ്ങളുടെ ഉയരം, നിങ്ങളുടെ ഉയരങ്ങളിലേക്കുള്ള യാത്രാപടികൾ എല്ലാം നിങ്ങളുടെ തൊട്ടു മുൻപിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യം ക്ഷമശീലിക്കാം, ക്ഷമാശീലരാകാം, ക്ഷമിക്കാൻ പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.